മോൻ ഊണൊക്കെ കഴിഞ്ഞിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണല്ലേ? ഹലോ, ആ ഞങ്ങളിവിടെ PS-ന്റെ വീട്ടിൽ ഉണ്ടാവും. ഊണ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. അയ്യോ വേണ്ട, ഇങ്ങോട്ട് വന്നാൽ പറ്റില്ല. ഇവിടെ ഇപ്പൊ തന്നെ 4 പേരുണ്ട്. അയ്യോ, ടീച്ചർ ഇതിൽ ഇടപെടേണ്ട കാര്യമേ ഇല്ല. ഒക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ആ ആർച്ചിന്റെ കാര്യത്തിൽ തീരുമാനം പറ. പനോള ജംഗ്ഷനിൽ വേണോ വേണ്ടേ? ഞാൻ എപ്പോഴും പഴയ അഭിപ്രായം തന്നെ വെക്കുക. അവിടെ ആർച്ച് ഇട്ട് കഴിഞ്ഞാൽ വടക്കുന്നത് കാറ്റ് പിടിക്കും. അതിപ്പോ അവിടെ കിട്ടിയാൽ എവിടെയാലും കാറ്റ് പിടിക്കും. ടീച്ചറെ, സ്വല്പം കരിങ്കാലികളോട് കൊടുക്കാണ്ടോ? അയ്യോ, കരിങ്ങാലി വെള്ളം ഇവിടെ ആർക്കും ശീലമില്ല. കുറച്ചുണ്ടാക്കി വെച്ചൂടെ വാവേ? അല്ല, ആർച്ചിന്റെ കാര്യത്തിൽ PS-ന് തീരുമാനമൊന്നുമില്ലേ? എനിക്കിനി പലിശയ്ക്ക് പണം എടുക്കാൻ ഒക്കുകയില്ല. ആർച്ചുണ്ടാക്കുന്ന കൊള്ളാം, നിങ്ങൾ തന്നെ ഫണ്ട് കൂടെ എവിടെ പൈസ കൊള്ളാം. അത് നമ്മൾ പിരിക്കും. പിരിക്കാൻ ഒക്കുകയില്ല. പിരിച്ച് നാട് കൂടെ പിരിഞ്ഞു കിടക്കുക. പിരിവിനെ PS എതിർത്താ എങ്ങനെയാ? അധികാരം നമ്മുടെ ഉള്ളപ്പോ അവർ നമ്മളെ പിരിക്കും, അതില്ലാത്തപ്പോ നമ്മൾ അവരെ പിരിക്കും, അത്ര തന്നെ. നല്ല കൈപ്പൊടിയോ ടീച്ചർക്ക്. കൈപുണ്യത്തിന്റെ കാര്യം പറഞ്ഞിട്ട് മണിയടിക്കാമെന്ന് നോക്കണ്ട. 3 മണിക്ക് പ്രസ്സിൽ പോണം. പായസം ഞാൻ കൊടുക്കില്ല. ടീച്ചറെ, മുഖസ്തുതി പറയണമെന്ന് വിചാരിക്കരുത്. പ്രിപ്പറേഷൻ ഒക്കെ നല്ല സ്റ്റൈലായിരുന്നു. സോറി, ഹാപ്പി ബർത്ത്ഡേ. ഒന്ന് ഫോൺ ചെയ്തേ. ടീച്ചറുടെ ബർത്ത്ഡേ ആയിരുന്നാ? എന്നിട്ട് പായസം തന്നില്ല. അത് സുഖേട്ടിന് പായസം ഇഷ്ടമല്ലാത്തോണ്ട് വെച്ചില്ല. അപ്പൊ PS-ന്റെ പരിപാടി നിങ്ങൾ ഞാൻ സ്കൂട്ടർ വന്നാൽ ശരി. വാവേ വാവേ ഞാൻ ഇറങ്ങട്ടെ. ആർച്ചിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമായോ? ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ എപ്പോഴും പറയാറില്ലേ രാഷ്ട്രീയത്തിൽ ഹൃദയമില്ലെന്ന്. ഞാൻ പറഞ്ഞതാണ് ഇന്ന് വാവയുടെ ബർത്ത്ഡേ ആണ്, എനിക്ക് നേരത്തെ പോകണമെന്ന്. അപ്പൊ കെട്ടിയെടുത്ത് കൂടെ ഒരു കാര്യം ചെയ്യും. വാവയിരിക്കും, ഞാൻ വിളമ്പിട്ടാ. ചോറില്ലേ? വാവേ, നീ എനിക്ക് മാപ്പ് തരണം. അത് മാത്രം എന്നോട് പറയരുത്. വാവേ, എനിക്ക് വേണ്ടി ഇത്രയും സഹിക്കുന്ന നിനക്ക് എന്നാണ് ഇനി എന്തെങ്കിലും തിരിച്ചു തരാൻ പറ്റുക? ഈ ഒരു നിമിഷം എനിക്കായിട്ട് മാറ്റി വെച്ചില്ലേ, അത് മതി. ഇനി സുഖേട്ടൻ എവിടെ പോണ്ടത്? പൊയ്ക്കോളൂ. ഈ പിക്കറ്റിംഗ് കൊണ്ട് വളരാൻ പോണത് ഞാനൊരു പീസ് ഇടും. അമ്മാവൻ എന്ത് പീസ് ഇടുമെന്നാ? എന്റെ ഭാര്യ ആഭ്യന്തരമന്ത്രിയാ. അയാളെ ഞാൻ കരിവാരി തേക്കും. അയാൾ ആഭ്യന്തര കൈകാര്യം ചെയ്യുമ്പോ സമാധാനപരമായ ഒരു ജാഥ ഈ സംസ്ഥാനത്ത് നടക്കില്ലെന്ന് ഞാൻ തെളിയിക്കും. അതെങ്ങനെയാ അമ്മാവ? എടാ മടയാ, PS-ന്റെ നേതൃത്വത്തിൽ സമാധാനപരമായ ജാഥ ആരംഭിക്കണം. കല്ലൂച്ചിറയുടെ തീരത്തുള്ളൊരു സെന്റ് ജോസഫ് കോളേജിൽ ന്യായമായ ഒരു അവകാശത്തിന് സമരം ചെയ്ത വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച പോലീസേ, പകരം ഞങ്ങൾ ചോദിക്കും.
സെക്രട്ടേറിയറ്റിന്റെ വാതിക്കൽ എത്തുമ്പോ പോലീസിന് നേരെ കല്ലേറുണ്ടാവും. ആരറിയുമെന്ന് അമ്മാവൻ പറയുന്നത്? ഈ നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാര് അവരിപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഭരണം ഞങ്ങൾക്ക് പ്രശ്നമല്ല, മന്ത്രി കസേരയും പ്രശ്നമല്ല. ഗുലാബ് സിന്ദാബാദ്, ഗുലാബ് സിന്ദാബാദ്. ആഭ്യന്തരമന്ത്രി രാജിവെക്കുക, ആഭ്യന്തരമന്ത്രി രാജിവെക്കുക, ആഭ്യന്തരമന്ത്രി രാജിവെക്കുക. പോലീസിലെ ഉണ്ടായി അവസാനിപ്പിക്കുക. ഹലോ, ആ ദിവാനാണോ? അളിയ ശശിയാ, കുരുടാമണ്ണിൽ. ആ നാളത്തെ പത്രത്തിലേക്ക് ഒരു ഹോട്ട് ന്യൂസ് പിടിച്ചോ. ഞങ്ങളുടെ സമാധാനപരമായ സെക്രട്ടേറിയറ്റ് മാർച്ചിനെ പോലീസ് തല്ലിച്ചതച്ചു. സെക്രട്ടേറിയറ്റ് വാതിൽക്കൽ ചെരുപ്പും ചോരത്തുള്ളികളും. 30ഓളം പേർ മാരകമായ പരിക്കേറ്റ് ആശുപത്രിയിൽ. നീ എവിടുന്ന? ആശുപത്രിന്നാണോ? ഞാനാ ആശുപത്രി അതങ്ങ് പള്ളി പറഞ്ഞാ മതി. ഞാൻ പബ്ലിക് ബൂത്തിന്നാ. കുരുടാമണ്ണിൽ ശശിയും അവശ്യ നിലയിൽ ആശുപത്രിയിലാണെന്നൊന്ന് ഫിറ്റ് ചെയ്തേര്. എന്റെ പൊളിറ്റിക്കൽ മൈലേജ് അല്പം കൂടത്തെ. ആ പിന്നെ രാത്രിയിൽ നമ്മളൊന്ന് കൂടുന്നുണ്ട് വിശാലമായിട്ട്. ഓക്കെ. പരിക്ക് പറ്റിയവരുടെ കൂട്ടത്തിൽ പ്രമുഖ നേതാക്കളായ കുരുടാമണ്ണിൽ ശശി, ശീലൻ ചാഴിപ്പറമ്പിൽ, കതിരൂർ ജോർജ്. അല്ല, ഇയാളാണല്ലോ പ്രകടനം നയിച്ചത്. പിന്നെ ഇയാൾക്ക് തല്ല് കിട്ടാതെ പോയതെന്താ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. തല്ലാമെന്ന പോലീസുകാരോട് നയം വ്യക്തമാക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അവരത് കേട്ട് ലാത്തി മടക്കി പോയിട്ടുണ്ടാവും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓടി എങ്ങനെ രക്ഷപ്പെട്ടോളൂന്ന്. പോലീസുകാരുടെ മുമ്പിൽ എന്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ നെഞ്ചു മിരിച്ചു നിന്നാ അവര് വെറുതെ വിടുവോ? വാവേ, നിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയോട് എനിക്ക് പുച്ഛം തോന്നുന്നു. എന്നോട് പുച്ഛം തോന്നിയിട്ട് കാര്യമില്ല. എന്ത് പ്രയോജനം ഉണ്ടായിട്ടാ? കാശായിട്ടോ ഇല്ല. ആ പത്രവും നോക്കിയേ, സുഖേട്ടന്റെ പേരേ ഇല്ല. കുരുടാമണ്ണിൽ ശശി, ശീലൻ ചാഴിപ്പറമ്പിൽ, പരുത്തിപ്പാറ സലീം എന്നിവരുടെ പേരുണ്ട്, ഫോട്ടോയും ഉണ്ട്. ഇവിടെ അടി കൊണ്ടത് മിച്ചം. പത്രത്തിൽ ഫോട്ടോ വരാത്തത് എന്റെ കുറ്റമാണോ? ഞാൻ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. PS ഒന്ന് എവിടെയെങ്കിലും കാണാതിരിക്കില്ല. നീ നല്ലോണം നോക്കിയോ? എങ്ങും ഇല്ലാന്ന്. ആ, നീ സമാധാനമായിട്ടിരിക്കുക. അടുത്ത ലാത്തി ചാർജ് വരുമ്പോ ഞാൻ ക്യാമറയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തൊന്നും അടി കൊണ്ടോളാം. പോരെ? അയ്യോ.